ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പ്രത്യേക അറിയിപ്പ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഒത്തിരി തിരക്കുള്ള ദിവസങ്ങളാണ്. ചില അത്യാവശ്യ ജോലികൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് അത് എനിക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടും ഞാൻ കുറച്ച് വീഡിയോകൾ ഇടുന്നില്ല. കുറച്ച് കാലതാമസം വരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഇടാൻ സാധിക്കുന്നില്ല. ഈ ഒരു 1-2 മാസങ്ങൾ കൊണ്ട് എനിക്ക് കുറേ അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനാൽ നിങ്ങൾ വീഡിയോ കണ്ടില്ല എങ്കിൽ ഖേദിക്കരുത്. പഴയ വീഡിയോകൾ കാണുക. തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വീഡിയോ ഇടാൻ സാധിക്കാത്ത ചില അത്യാവശ്യ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇടാത്തത്. അതുകൊണ്ട് ക്ഷമിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ മറ്റ് വീഡിയോകൾ, പഴയ വീഡിയോകൾ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പഴയ വീഡിയോകൾ കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളുണ്ടാകും. എന്തെന്നാൽ ദൈവവചനം ഓരോ ദിവസവും പുതിയതാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനവും അവിടുത്തെ സ്നേഹവും കാരുണ്യവും പുതിയതാണ്. അതിനാൽ നിങ്ങൾ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ അതാത് ദിവസങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ ആ വചനത്തിൽ കൂടി തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിനാൽ ഭാരപ്പെടേണ്ട, ഖേദിക്കരുത്. വീഡിയോ ഞാൻ തീർച്ചയായും കൃത്യസമയത്തിന് ഇടാൻ ശ്രമിക്കാം. പക്ഷേ കുറച്ച് കാലതാമസം കൂടി എനിക്ക് വേണം. അത് ഞാൻ കാരണം എന്താണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് കുറച്ച് ക്ഷമിക്കുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പീഡിതർക്ക് ന്യായവും നീതിയും നടത്തിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പീഡനത്തിൻ്റെ കഥകൾ, നമ്മുടെ യാതനകളുടെ കഥകൾ, നമ്മുടെ പ്രയാസങ്ങളുടെ ഓരോ മേഖലയും, നമ്മുടെ ഹൃദയത്തിൽ അടക്കിപ്പിടിച്ചിരിക്കുന്ന വേദനകൾ, ആരോടും പറയാൻ പറ്റാത്ത ദുഃഖപൂർണമായ അവസ്ഥകൾ, വിഷമങ്ങൾ എല്ലാം ഈ രാത്രിയിൽ കേൾക്കാനായി കർത്താവ് കാതോർത്ത് കാത്തിരിക്കുന്നു. ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷമ അവസ്ഥയിൽ നിന്നും കർത്താവായ ദൈവം നിങ്ങളെ കരകയറ്റും. വിശ്വാസത്തോടെ ഇന്നത്തെ വചനം നമുക്ക് ശ്രവിക്കാം. നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 103 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയും ആണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പീഡിതരായ, യാതനകളും ദുഃഖവും വിഷമങ്ങളും മാത്രം കൈമുതലായ എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഹൃദയത്തിൽ അടക്കിപ്പിടിച്ചിരിക്കുന്ന വേദന, കരയാൻ പോലും സാധിക്കാത്ത അവസ്ഥ, ആരോടും തുറന്ന് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആരും മനസ്സിലാക്കാത്ത അവസ്ഥ, ഒറ്റപ്പെട്ടു പോയ അവസ്ഥ, സഹായത്തിന് ആളില്ലാത്ത അവസ്ഥ, അടിക്കടി ദുരിതങ്ങൾ കൂടി വരുന്ന അവസ്ഥ, എല്ലാം പ്രശ്നങ്ങളും മാറി എന്ന് കരുതുമ്പോൾ ഉണ്ടാകുന്ന പുതിയ പ്രശ്നങ്ങൾ, ഇവയെല്ലാം കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ
എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ, അങ്ങയുടെ ആർദ്രമായ ഹൃദയത്തിലേക്ക് ഞാൻ ചേർത്തു വയ്ക്കുന്നു. കരുണാനിധിയായ ദൈവമേ, അങ്ങ് പീഡിതർക്ക് ന്യായവും നീതിയും നടത്തിച്ചു കൊടുക്കുന്നവനാണ്. അങ്ങ് നിസ്സഹായരുടെ സഹായമാണ്. അങ്ങ് ആരുമില്ലാത്തവരുടെ തുണയാണ്. അങ്ങ് ഏകാന്തതയിൽ വസിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവനാണ്. അങ്ങ് അനാഥർക്ക് നാഥനാണ്. ദൈവമേ, അങ്ങ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹനിധിയുമായ ദൈവമാണ്. എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. അവരെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളിൽ നീ ഇടപെടണമേ. അവരുടെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ മാറ്റി കർത്താവേ, ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ എല്ലാ വേദനയും മറന്ന്, അസ്വസ്ഥതകളും ദുഃഖവും മറന്ന് കർത്താവേ, നിന്റെ സന്നിധിയിൽ അഭയം കൊണ്ട് സുഖമായ ഉറക്കം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, സുഖപ്പെടുത്തണമേ. നല്ലൊരു ഉറക്കം കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് ഫ്രാൻസിസ് ചാക്കോയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മോചനം നൽകണമേ. കർത്താവേ, എൽസമ്മ ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാനഡയിൽ താമസിക്കുന്ന മകൾക്ക് നല്ലൊരു ജോലി കൊടുത്ത് ആ മകളെ നീ അനുഗ്രഹിക്കണമേ. ഡേസിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ഈ രാത്രിയിൽ ആ മകൾക്ക് നൽകണമേ. അഡ്ഹേലിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മാധവൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മോഹിതയ്ക്ക് ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഡ്ലിൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ. റോസമ്മയുടെ മകളുടെ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്ന എല്ലാ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തക്ക തുണയെ നൽകി, അനുയോജ്യരായ തുണയെ നൽകി നീ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കുടുംബ ജീവിതത്തിനു വേണ്ട ആത്മീയ അറിവും കൃപയും ശക്തിയും നൽകി മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഉഷ മോഹൻ എന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ ജീവിത മാർഗത്തിൻ്റെതായ ടൈലറിങ് ബിസിനസ്സിന് നല്ല ഒരു ടൈലറിനെ നൽകി, നല്ല ഒരു സ്റ്റാഫിനെ നൽകി നീ ആ മകളുടെ ജോലി സംബന്ധമായ, ബിസിനസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഉയർച്ച നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ശശി പാറയ്ക്കലിനും മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി തകർന്നു പോയിരിക്കുന്നവർക്ക് ഈ രാത്രിയിൽ തന്നെ നീ ഒരു കൈത്താങ്ങാകണമേ. നീ ഒരു സഹായമായി അവരെ അതിൽ നിന്നും കരകയറ്റണമേ. സമ്പത്തിൻ്റെ മേഖലയിൽ ഉള്ള എല്ലാ പ്രതിസന്ധികളെയും മാറ്റി സമ്പത്തിൻ്റെ ഉപയോഗം ദൈവഹിതപ്രകാരമാക്കുവാനും നീ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിന്ദു ബാബുവിൻ്റെ മകന് നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ല വരുമാനമുള്ള ഒരു ജോലി നൽകി, സുരക്ഷിതത്വമുള്ള ഒരു ജോലി നൽകി നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലിസമ്മ ജോസഫിൻ്റെ മകളുടെ എൻക്ലെക്സ് എക്സാമിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യാനും നല്ലതുപോലെ പരീക്ഷയ്ക്ക് പ്രസൻറ്റ് ചെയ്യാനും കർത്താവെ, ഈ മകളെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ നഴ്സിംഗ് സ്റ്റുഡൻസിനെയും ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ മക്കൾക്കും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ജ്ഞാനവും കൃപയും പഠിക്കാനുള്ള മനസ്സും നൽകി ഇവരെ നീ ആശീർവദിക്കണമേ. മേരി രാജന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ മകളെ അലട്ടുന്ന എല്ലാ വേദനകളും എല്ലാ വിഷമങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. മനുഷ്യരിൽ വിശ്വാസമർപ്പിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുന്നതിനും എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായി ശ്രദ്ധ വയ്ക്കുന്നതിനും ആ ദൈവത്തോട് പൂർണ്ണമായി പ്രാർത്ഥനയിലും പരിഹാരക്രമങ്ങളിലും കൂടെ ദൈവത്തോടൊന്നാകുന്നതിന് ഈ മകൾക്ക് കൃപ കൊടുക്കണമേ. എല്ലാ മാനസിക വേദനയിൽ നിന്നും ഈ കുടുംബത്തെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അനൂസ് കറിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൈൽസ് ഡിസീസിന്റെ വേദനയിൽ നിന്നും, പൈൽസ് ഡിസീസിൽ നിന്നും അനൂസ് കറിയാനെ പ്രത്യേകം നീ രക്ഷിക്കണമേ. ഈ മകളുടെ വേദനയിൽ നീ ആശ്വാസം നൽകി ഈ മകളെ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഗ്രേസ് ജെയിംസിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം ലഭിക്കാൻ ഈ മകളെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ. പ്രസന്ന എന്ന മകളെ സമർപ്പിക്കുന്നു. പ്രസന്നയുടെ ഹസ്ബൻഡിൻ്റെ തൈറോയിഡ് രോഗവും മറ്റ് കണ്ണിൻ്റെ രോഗങ്ങൾ, മറ്റ് എല്ലാ രോഗങ്ങളിൽ നിന്നും ഈ മകനെ നീ രക്ഷിച്ച് സൗഖ്യം നൽകി ആ കുടുംബത്തെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ക്ഷമിക്കാൻ കഴിയാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ക്ഷമിക്കാൻ, ഭാര്യമാരോട് ക്ഷമിക്കാൻ കഴിയാത്ത എല്ലാ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താക്കന്മാരോട് ക്ഷമിക്കാൻ കഴിയാത്ത എല്ലാ ഭാര്യമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിനക്ക് മാത്രമേ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കാനും ക്ഷമിക്കാനും ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ക്ഷമിക്കാൻ കഴിയാത്ത, സ്നേഹിക്കാൻ കഴിയാത്ത എല്ലാ ഹൃദയങ്ങളിലേക്കും ദൈവമേ, കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, നിന്റെ കരുണ വർഷിച്ച് ഞങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ കാരുണ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച്, പിതാവായ ദൈവം ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ, ഞങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. കർത്താവെ, പ്രത്യേകിച്ച് കുടുംബത്തിൽ ക്ഷമിക്കാൻ കഴിയാത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റൂസ് തെരേസ തോമസിൻ്റെ മകൾക്ക് നല്ലൊരു വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്ന ഈ മകൾക്ക് ഒരു വിദേശ ജോലി നൽകി അനുഗ്രഹിക്കണമേ. വിദേശ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിദേശ ജോലിക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി സുരക്ഷിതമായ നല്ല ഒരു ജോലി നൽകി, വിദേശത്ത് ഒരു ജോലി നൽകി, അത് നിന്റെ മഹത്വത്തിന് കാരണമാകുന്നു എങ്കിൽ ഈ മക്കൾക്ക് വിദേശ ജോലി നൽകി നീ ഇവരെ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജൂളി തോമസിൻ്റെ മകൻ്റെ വിവാഹത്തിന് തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അരവിന്ദ് എന്ന മകന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഡ്മിഷന് വേണ്ടി ഓടി നടക്കുന്ന എല്ലാവർക്കും ദൈവമേ, നീ ആഗ്രഹിക്കുന്ന കോളേജിൽ, നീ ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, നീ ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്കുള്ള അഡ്മിഷൻസ് നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും അഡ്മിഷൻ്റെ തടസ്സങ്ങൾ മാറി ദൈവമേ, നല്ല സ്കൂളിലും കോളേജുകളിലും അഡ്മിഷൻ വാങ്ങി നൽകി അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിക്സ് ഡിസീസ് അനുഭവിക്കുന്ന ബെന്നിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബെന്നിക്ക് ഉള്ള ബ്രെയിൻ ഡിസീസ്, ബോഡി പെയിൻ, സ്കിൻ ഡിസീസ് എല്ലാം കർത്താവെ, നീ ആ മകനെ സൗഖ്യപ്പെടുത്തണമേ. നിന്റെ കരം തൊട്ട് ആ മകൻ്റെ തല മുതൽ പാദം വരെയുള്ള ഓരോ കോശങ്ങളിലും ദൈവസ്നേഹം നിറച്ച്, ദൈവശക്തി നിറച്ച്, ദൈവത്തിലുള്ള വിശ്വാസം നിറച്ച് ആ മകന് സൗഖ്യം നൽകി ആ മകനോട് കരുണ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വത്സ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. നോഹമോന് സംസാരശേഷി നൽകി ആ മകനെ നീ ആശീർവദിക്കണമേ. ലില്ലി എന്ന മകളുടെ ക്യാൻസർ സുഖപ്പെടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്യാൻസറസ് സെൽസിലെല്ലാം നിന്റെ സ്നേഹം നിറച്ച് ആ മകളെ ക്യാൻസറിൽ നിന്ന് സുഖപ്പെടുത്തണമേ. എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യവും ക്ഷമയും ആർദ്രതയും കടന്നു ചെന്ന് ഈ മക്കളുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും ദൈവത്തിൻ്റെ ശക്തി കടന്നു ചെന്ന് എല്ലാ ക്യാൻസർ രോഗങ്ങളിൽ നിന്ന്, ക്യാൻസർ സെല്ലിൽ നിന്ന് ഇവരുടെ ശരീരത്തെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിപിന് ശാരീരികവും മാനസികവുമായ സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രതി വസുദേവനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷം പോലും സമാധാനത്തോടെ ജീവിക്കാതെ വേർപിരിഞ്ഞ ഇവർക്ക് ദൈവമേ ഒരു അവസരം കൂടി കൊടുത്ത്, ദൈവസ്നേഹം പങ്കിടാൻ ഒരവസരം കൂടി കൊടുത്ത്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഒരവസരം കൂടി കൊടുത്ത്, പരസ്പരം ക്ഷമിച്ച് അവർ വീണ്ടും
വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെ മേലും ഇപ്പോൾ നീ കരുണ ചൊരിയുന്ന നിമിഷമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും നീ ഏറ്റെടുത്ത് സാധിക്കണമേ. ഇന്നുവരെ ദൈവമേ, ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും, ഓരോ പ്രശ്നങ്ങളിലും, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിൽ പോലും ദൈവമേ, നിന്റെ ഇടപെടൽ കാരണം, നിന്റെ സാന്നിധ്യം കാരണം അത് പെട്ടെന്ന് പരിഹരിക്കപ്പെട്ട് ഞങ്ങളെ നീ സഹായിച്ച ഓരോ കാര്യങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കി തന്ന ദൈവമേ, അങ്ങേക്ക് എപ്പോഴും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും, ഈ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും കർത്താവേ സുഖമായ ഉറക്കം നൽകി, മനസ്സിന് സന്തോഷം നൽകി, ഹൃദയത്തിൽ സ്നേഹം നിറച്ച്, സമാധാനം നിറച്ച് നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ എല്ലാവരെയും സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഓരോരുത്തർക്കും ഈ രാത്രിയിൽ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ക്ഷമിക്കാനുള്ള കഴിവ് നൽകി ഞങ്ങളെ ആശീർവദിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ മനസ്സിന് സൗഖ്യവും ഹൃദയത്തിൽ സമാധാനവും നിറച്ച്, വിഷമങ്ങളെല്ലാം മാറ്റി ദൈവത്തിൻ്റെ ആനന്ദം കൊണ്ട് നിറച്ച് നിങ്ങളെ ഈ രാത്രിയിൽ സുഖമായി കാത്തു സംരക്ഷിക്കട്ടെ. നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും ഒരു പരിഹാരം നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും, നിങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന, നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.